Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. It's me Lerin Davis, your physics master teacher. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള 2020 സീരീസ് ആണ് നമ്മളിപ്പം മുന്നോട്ടേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ എന്താ പറയുക, നമ്മുടെ സോളിഡ്സും ഫ്ലൂയിഡ്സും കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ ആണ്. ആൻഡ് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിനും ഇതേപോലെയുള്ള ഷുവർ ഷോർട്ട് 2020 ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. സോ മക്കളെ ഇപ്പം തന്നെ ഫുൾ ഓൺ എനർജിയിൽ പഠിച്ചു തുടങ്ങുക. കാരണം നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എക്സാമിനുള്ളൂ, ക്രിസ്മസ് എക്സാമിന്. ഈ ക്രിസ്മസ് എക്സാം നമുക്ക് അടിച്ചു പൊളിച്ച് എഴുതാൻ വേണം. സോ അതിന് വേണ്ടിയിട്ട് ഫുൾ ഓൺ കോൺഫിഡൻസിൽ ഇരിക്കണമെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ യെസ്, അപ്പോൾ നമ്മൾ 20 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സോ മക്കളെ നിങ്ങൾ റെഡി ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഗ്രാവിറ്റേഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയാലോ, നമ്മുടെ ഗ്രാവിറ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ദ ഇക്വേഷൻ വിൽ ബി ലൈക്ക് 1 മൈനസ് 2h/r ഡിവൈഡഡ് ബൈ g അല്ലെ. സോ 2h/r into g. ഓക്കെ, സോ ഈ g എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. h എന്ന് പറയുന്നത് എത്രത്തോളം ഹൈറ്റിലാണെന്നുള്ളതാണ്. ആൻഡ് ദിസ് ഇസ് നമ്മുടെ പ്ലാനറ്റിന്റെ അല്ലെങ്കിൽ എർത്തിന്റെ റേഡിയസ് ആണ് ഇതെന്ന് പറയുന്നത്. Okay അല്ലേ. So this is acceleration due to gravity at surface. This is earth radius, planetന്റെ radius, and this is height. എത്രത്തോളം ഹൈറ്റ് ആണ് ഉള്ളത് എന്നുള്ളതാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ആൻഡ് ജി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഒരു പോയിന്റിൽ എത്രത്തോളം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യും. സോ പറഞ്ഞിട്ടുള്ളത് എന്താണ്? യെസ്, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഓക്കെ, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു വാല്യൂ എന്തായിരിക്കും? സോ ഇവിടെ നിങ്ങൾ നോക്കിക്കേടാ, ഇവിടെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട്, അതായത് എച്ചിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് 1 മൈനസ് 2h/r അല്ലേ വാല്യൂ. സോ അതിനനുസരിച്ചിട്ട് എന്താവും നമ്മുടെ കംപ്ലീറ്റ് റിസൾട്ട്. ഈ ജീനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമില്ല. സോ കംപ്ലീറ്റ് റിസൾട്ട് എന്തായി പോവും? ഡിക്രീസ് ആയി പോവും. ഓക്കെ അല്ലേ. ഇവിടെ നമ്മൾ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിലും അത് 1 മൈനസിൽ നിന്നാണ് വരുന്നത്. സോ ഡെഫിനറ്റ്ലി വാല്യൂ എന്തായിരിക്കും? ഡിക്രീസസ് ആയിരിക്കും. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ്. ഇനി ഡെപ്ത് അനുസരിച്ചിട്ടൊന്ന് നോക്കിയാടാ, ദാറ്റ് വിൽ ബി 1 മൈനസ് d/r ഇൻടു g ആണ് അല്ലെ. സോ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഡെപ്തിലാണ് പോയിട്ടുള്ളത്, അതായത് എർത്തിന്റെ സർഫസിൽ നിന്നും എത്രത്തോളം താഴത്തേക്ക് പോയി. ആൻഡ് ആർ ഇസ് ദി എർത്തിന്റെ റേഡിയസ് അല്ലെങ്കിൽ നമ്മുടെ പ്ലാനറ്റിന്റെ റേഡിയസ് ആണ്. ആൻഡ് ജി ഇസ് ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദി സർഫസ് ഓഫ് എർത്ത്. ക്ലിയർ അല്ലടാ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് MVSAT എന്ന് പറയുന്ന ഒരു എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നിങ്ങൾ ഒരു ഫ്യൂ മിനിറ്റ്സ് നിങ്ങൾ എടുക്കുക. MVSAT എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദാന്തു നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് ഡിസംബർ 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഏത് സമയത്തും 24/7 ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിസംബർ 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെ 24/7 ഏത് സമയത്തും എക്സാം അറ്റൻഡ് ചെയ്യാം. ആൻഡ് നമ്മുടെ എക്സാം വരുന്നത് ഓൺലൈൻ ആയിട്ടാണ്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈൻ ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഓഫ്ലൈൻ നമുക്ക് സോഫാർ കേരളത്തിൽ സെന്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓൺലൈൻ ആയിട്ടായിരിക്കും നടത്തുന്നത്. ആൻഡ് ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ 5 ഡേ നമുക്ക് എന്താ പറയുക സ്പേസ് റിസർച്ച് സെന്ററിൽ 5 ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്. ബട്ട് നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് ഈ ഒരു എന്താ ഈ ഒരു റിവാർഡ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് ഉണ്ടാവത്തില്ല. പക്ഷെ നിങ്ങൾക്ക് 100% വരെ ഫ്രീ ആയിട്ട് നമ്മുടെ വേദാന്തുവിന്റെ കോഴ്സസ്, വേദാന്തുവിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സാമിൽ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിച്ചാൽ മതി. ഓക്കെ അല്ലടാ. ആൻഡ് അത് മാത്രമല്ല, ഇനിയിപ്പം എന്താ പറയുക സ്പേസ് റിസർച്ച് സെന്ററും ഇല്ല, പിന്നെ വേറെന്താ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രൈസസ്? യെസ്, ഡ്രോൺസ് ഉണ്ട്, സ്മാർട്ട് ഡിവൈസസ് ഉണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് 3 മാസത്തേക്കുള്ള നമ്മുടെ വേദാന്തുവിന്റെ ആപ്പ്, ഡൗട്ട് സോൾവിംഗ് ആപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. സോ ലെസ് ദാൻ 1 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം സോൾവ് ചെയ്ത് തരും. അത് 3 മാസത്തേക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് ഇത് ഓൾ ഇന്ത്യ ലെവലിൽ, പാൻ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു എക്സാം ആണ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എക്സ്പോഷറും കൂടെ ആയിരിക്കും. നിങ്ങൾ കുറേ കോമ്പറ്റേറ്റീവ് എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു എക്സ്പോഷർ ആയിരിക്കും. പാൻ ഇന്ത്യ ലെവലിൽ നിങ്ങളുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ആൻഡ് ഇതിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വെറും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. സോ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതിന് ഒരു സമയം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യുക. കാരണം ഓൺലൈൻ ആയിട്ട് ഒരു 1 hour ഡ്യൂറേഷൻ വരുന്ന അല്ലെങ്കിൽ 60 minutes ഡ്യൂറേഷൻ വരുന്ന ഒരു എക്സാം ആണ് നമ്മുടെ MVSAT എക്സാം എന്ന് പറയുന്നത്. സോ എങ്ങനെയെങ്കിലും നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു എക്സ്പോഷർ ആയിരിക്കും. ആൻഡ് ഈ രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ മാസ് ഓഫ് ദി ബോഡി. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താ? gm/r ആണ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് പറയാം
യെസ്, G is equal to GM by R. ഈ ആറും ഈ ആറും തമ്മിൽ എന്താണ്? ഇത് അറ്റ് ദി സർഫസ് ആണ് അല്ലെ, റേഡിയസ് ആണ് ഈ ആർ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് R plus H, അതായത് റേഡിയസിൽ നിന്നും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു പോയിന്റ് എന്നുള്ളതാണ്. അപ്പം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, അതും അതുപോലെ തന്നെ ഈ മാസ് എന്താണ്? ദിസ് മാസ് ഇസ് ആക്ച്വലി മാസ് ഓഫ് ദി പ്ലാനറ്റ് ആണ്. ഓക്കെ, മാസ് ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ പ്ലാനറ്റ്. ഓക്കെ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആർ ആണെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് ഇൻഡിപെൻഡന്റ്. അപ്പം സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എർത്തിന്റെ സെന്ററിൽ നിന്നും എത്രത്തോളം അകലെയാണെന്നുള്ളതാണ്. സോ ഇഫ് സപ്പോസ് അത് സർഫസിലാണ് നമ്മൾ നോക്കണമെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ ആർ, അതായത് എർത്തിന്റെ റേഡിയസ് ആയിട്ട് മാറും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എർത്തിന്റെ റേഡിയസിനേക്കാളും കുറച്ചുകൂടെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആർ പ്ലസ് എച്ച്. അതാണ് നമ്മുടെ ഇവിടെ ആർ എന്ന് സ്പെസിഫൈ ചെയ്തതുകൊണ്ട്. സോ ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് എന്താണ്? യെസ്, മാസ് ഓഫ് ദ ബോഡിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എത്ര മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഏത് മാസ് ഉള്ള ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലേ? സോ എർത്തിന്റെ സർഫസിലാണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എർത്തിന്റെ സർഫസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏതൊരു ഒബ്ജക്റ്റിനും എത്ര മാസ് ഉള്ള ഒബ്ജക്റ്റിനാണെന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? How much energy is required by a satellite to keep it orbiting, neglecting air resistance? Why? So അവിടെ ഒരു എനർജിയും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. കാരണം വർക്ക് ഡൺ ബൈ ദി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് സീറോ. നമുക്കറിയാം സെൻട്രൽ ഫോഴ്സുകളുടെ എല്ലാം വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആണ്. സോ ഇൻ ദിസ് കേസ് വർക്ക് ഡൺ അവിടെ സീറോ ആണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് പറയാം അവിടെ ഒരു എനർജിയുടെയും ആവശ്യമില്ല നമുക്ക് പറയാനായിട്ട് പറ്റും. അടുത്തത്, നെയിം വൺ ഫാക്ടർ ഓൺ വിച്ച് ദ പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദി സൺ ഡിപ്പെൻഡ്സ്. ഓക്കെ, എന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നത്? നെയിം ഓഫ് വൺ ഫാക്ടർ വിച്ച് പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദി സൺ ഡിപ്പെൻഡ്സ്. അതെന്താണ്? മീൻ ഡിസ്റ്റൻസ് ഓഫ് ദി പ്ലാനറ്റ് ഫ്രം ദി സണ്ണിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് പീരീഡ് ഓഫ് റെവല്യൂഷൻ ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ മാസ് ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് on one side to a point diametrically opposite to the another side y. ഓക്കെ, അതായത് നമ്മളിത് പറഞ്ഞിട്ടുള്ളത് ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഓക്കെ, ഒരു എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ആ എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ ഇരിക്കുന്നു. ആൻഡ് അതിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരേണ്ടത്? എർത്തിന്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ്. ഓക്കെ, എർത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇപ്പോൾ ഒബ്ജക്റ്റ് ഇരിക്കുന്നെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എത്രത്തോളം വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ നോക്കുക, വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ലേ? സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലും പൊട്ടൻഷ്യൽ എനർജി എക്സാക്ട്ലി എന്തായിരിക്കും? ഇവിടെ സെയിം ആയിരിക്കും അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്തായിരിക്കും? സീറോ ആയിരിക്കും. സോ ഇവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ സീറോ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ അവിടെ ആവശ്യം വരുന്ന വർക്ക് ഡണിന്റെ വാല്യൂ എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. ക്ലിയർ? സിമ്പിൾ ആണ്. ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടിടത്തും പൊട്ടൻഷ്യൽ എനർജി ഇസ് സെയിം ആണ്. സോ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്? അത് സീറോ ആണെന്ന് കിട്ടും. സോ ഗ്രാവിറ്റേഷണൽ ചേഞ്ച് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തന്നെയാണെന്ന് പറയുന്നത് വർക്ക് ഡൺ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും വർക്ക് ഡൺ സീറോ ആണ് നമുക്ക് കിട്ടും. അടുത്തത്, വാട്ട് ഈസ് ഗ്രേറ്റർ ഔട്ട് ഓഫ് ദി ഫോളോയിങ്? ദ അട്രാക്ഷൻ ഓഫ് എർത്ത് for 5 kg of copper, the attraction of 5 kg copper for earth. സോ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്താണ്? തേർഡ് ലോ അല്ലെ? ന്യൂട്ടന്റെ തേർഡ് ലോ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം എക്സാക്ട്ലി ഇത് രണ്ടും എന്തായിരിക്കും? രണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ അല്ലെ? രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ അല്ലെ? രണ്ടും സെയിം ഒബ്ജക്റ്റ് ആണ് അല്ലെ? ഇവിടെയും കോപ്പർ ആണ്, ഇവിടെയും എർത്ത് ആണ്. ഓക്കെ, സോ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് കോപ്പർ എർത്തിലും എർത്ത് കോപ്പറിലും കൂടെ കൊടുക്കുന്ന ഫോഴ്സ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. സോ ദാറ്റ് വിൽ ബി, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. സോ എഫ് CE എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് FEC ആയിരിക്കും അല്ലെ? സോ അത് തന്നെയാണ് ഇവിടെയും ആപ്ലിക്കേഷൻ വരുന്നത്. ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് രണ്ടും സെയിം ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും എക്സേർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിപ്പം എർത്ത് കോപ്പറിലോട്ട് കൊടുക്കുന്നതാണെങ്കിലും കോപ്പർ എർത്തിലോട്ട് കൊടുക്കുന്നതാണെങ്കിലും എക്സാക്ട്ലി ദ സെയിം തന്നെയായിരിക്കും. ക്ലിയർ അല്ലടാ? യെസ്. അങ്ങനെയാണെങ്കിൽ ഹൗ ഡസ് എർത്ത് റീറ്റെയിൻ മോസ്റ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ? ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഡ്യൂ ടു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. സോ നമുക്ക് അറിയാലോടാ, ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ്. നമുക്കറിയാം ഒരു സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഒരു സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം അല്ലെ? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ആൻഡ് ആ ഒരു ഇതിന് റിറ്റെയിൻ ചെയ്യുന്ന ആരാണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സോ നമുക്ക് പറയാൻ പറ്റും എന്താണ്?
എർത്ത് അറ്റ്മോസ്ഫിയറിനെ റിറ്റെയിൻ ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വി ഹാവ് എ സ്ട്രോങ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള, അതായത് അറ്റ്മോസ്ഫിയറിനെ ഹോൾഡ് ചെയ്യാനുള്ള ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്തുണ്ട്, നമ്മുടെ എർത്തിനുണ്ട്. ഓക്കെ, യെസ്. What velocity will you give to a donkey and what velocity to make to a monkey so that both escape the gravitational field to earth? Okay, ഇതൊരു ട്രിക്കി ക്വസ്റ്റൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒന്ന് നോക്കിക്കേടാ, അതായത് നമ്മൾ ഡോങ്കിക്കും മങ്കിക്കും എത്രത്തോളം എസ്കേപ്പ് വെലോസിറ്റി കൊടുക്കണം, അതായത് ഈ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് എത്രത്തോളം കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം. സോ സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലേ. എത്രത്തോളം കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം കൊടുത്താൽ മതി, ആസ് യൂഷ്വൽ നമ്മൾ ഏത് ഒബ്ജക്റ്റിനും കൊടുക്കുന്നു നോക്കിയാൽ മതി അല്ലേ. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൂട്ട് ഓഫ് gm/r ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഈ m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാസ് ഓഫ് ദി പ്ലാനറ്റ്. ഓക്കെ, മാസ് ഓഫ് ദി പ്ലാനറ്റ് ആണ്, അല്ലെങ്കിൽ മാസ് ഓഫ് ദി എർത്ത് ഈ കേസിൽ. ഓക്കെ, എർത്ത് ആണ് ഈ ഇവിടെ പറയുന്നത്. ആൻഡ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഡിസ്റ്റൻസ് അകലെയാണെന്നുള്ളതാണ്. സോ ഇപ്പം ഇവിടെ എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോഡി, ഏത് ബോഡീനെയാണോ നമുക്ക് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും എസ്കേപ്പ് ചെയ്യിപ്പിക്കേണ്ടത്, അതിന്റെ മാസ് ഒന്നും ഇവിടെ ഇക്വേഷനിൽ സ്പെസിഫൈഡ് അല്ല. ദാറ്റ് മീൻസ് ആ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഏതൊരു മാസുള്ള ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, ആ മാസുള്ള ഒബ്ജക്റ്റിന് നമ്മൾ എർത്തിന്റെ സർഫസിൽ നിന്നും അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സാക്ട്ലി ദ സെയിം. ഓക്കെ, അവിടെ എത്ര മാസുള്ള ഒബ്ജക്റ്റ് വന്നോട്ടെ എല്ലാവർക്കും കൊടുക്കുന്ന എന്താണ്, v ആണ്. ഇനി സർഫസിലാണെന്നുണ്ടെങ്കിൽ ആ എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ എന്താണ്, യെസ് 11.2 km/s ആണ് വാല്യൂ വരുന്നത്. ക്ലിയർ അല്ലടാ, ഓൾ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, വൈ ആൻ ആസ്ട്രോണറ്റ് ഹാസ് എ സെൻസ് ഓഫ് വെയ്റ്റ്ലെസ്നെസ് ഇൻ സാറ്റലൈറ്റ് റിവോൾവിംഗ് അറൌണ്ട് ദി എർത്ത്? അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ വി നോ ദാറ്റ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി ഹൈറ്റ്. സോ ദർ ഇസ് സം വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എവറി പോയിന്റ് ഓൺ ദി ഓർബിറ്റ് ഓഫ് ദി സ്പേസ് ക്രാഫ്റ്റ് ആൻഡ് ഹിസ് വെയിറ്റ് ഇസ് യൂസ്ഡ് അപ്പ് ഇൻ പ്രൊവൈഡിംഗ് ദ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓഫ് ദി ഓർബിറ്റൽ മോഷൻ. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻസ് വെൻ ദ ബോഡി ഇസ് ടേക്കൺ ടു മൂൺ ഫ്രം എർത്ത്? ഓക്കെ, ഒരു ബോഡി നമ്മൾ എർത്തിൽ നിന്നും ടേക്കൺ ടു മൂൺ. ഓക്കെ, എർത്തിൽ നിന്ന് നമ്മൾ മൂണിലോട്ട് എടുക്കുവാണ്. ഓക്കെ, അല്ല എർത്തിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, ആ ഒബ്ജക്റ്റിന്റെ മാസ് അല്ലെങ്കിൽ ആ ബോഡിയുടെ മാസ് m ആണെന്ന് വിചാരിക്കുക. ഇതേ സാധനം നമ്മൾ എന്ത് ചെയ്യുവാണ്, മൂണിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇതിന്റെ മാസിന് എന്തെങ്കിലും സംഭവിക്കുമോ, ഇതിന്റെ മാസിന് ഒരു ചേഞ്ചും വരത്തില്ല. പക്ഷേ നമുക്കറിയാം വെയിറ്റ് മാറ്റം വരും അല്ലേ. അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി വെയിറ്റ് രണ്ടിടത്തും, അതായത് എർത്ത്, മാസ് ഇൻ എർത്തും അതുപോലെ തന്നെ മാസ് ഇൻ അതുപോലെ മൂൺ എന്ന് പറയുന്നത് എന്താണ്, എക്സാക്ട്ലി സെയിം ആയിരിക്കും. പക്ഷെ വെയിറ്റ് ഇൻ എർത്ത് എന്ന് പറയുന്നതും വെയിറ്റ് ഇൻ മൂൺ എന്ന് പറയുന്നത് എന്തല്ല, എക്സാക്ട്ലി ദ സെയിം അല്ല. വെയിറ്റ് എന്ന് പറയുന്നത് അവിടെ വ്യത്യാസം വരും. കാരണം അറിയാം നമുക്ക് ഇവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണെന്നുണ്ടെങ്കിൽ അങ്ങ് മൂണിൽ ഇതിന്റെ 1/6 മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. സോ വെയിറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ വെയിറ്റ് ഇസ് ഈക്വൽ ടു mg അല്ലെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എർത്തിലത്തേനെക്കാട്ടിലും 1/6 ടൈംസ് കുറവായിരിക്കും ആർക്ക്, മൂണില് ഈ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. മാസിൽ മാറ്റം വരത്തില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം വെയിറ്റിൽ മാറ്റം വരും. Hydrogen escapes faster from the earth than oxygen. Why? The thermal speed of hydrogen is much larger than oxygen. Therefore, a large number of hydrogen molecules are able to acquire escape velocity than that of the oxygen molecule. Hence, hydrogen escapes faster from the earth than oxygen. In spaceship moving in a gravity-free region, the astronaut will not be able to distinguish between up and down. Explain why. So ഈ വെയ്റ്റ്ലെസ്നെസ്സിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഗ്രാവിറ്റേഷനിലും അതുപോലെ തന്നെ നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷൻ അല്ലെ, ഈ രണ്ട് ചാപ്റ്ററിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നിരുന്നാലും ഉറപ്പല്ല പറയുന്നത്, ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ദ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് സെൻസസ് ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. പക്ഷെ നമുക്കറിയാം ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എവിടെ ഫീൽ ചെയ്യില്ല, സ്പേസിൽ ഫീൽ ചെയ്യത്തില്ല. ഇൻ എ സ്പേസ് ഷിപ്പ് ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് is counterbalanced by the centripetal force needed by the satellite to move around the earth in a circular orbit. Hence, the absence of zero force, the astronaut will not be able to distinguish between the up and down. Clear? Why the space rockets are generally launched from west to east? So നമുക്കറിയാം നമ്മുടെ എർത്ത് സണ്ണിനെ റിവോൾവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്, വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ് സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഈ റോക്കറ്റിനെ വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റോക്കറ്റിന്റെ റിലേറ്റീവ് സ്പീഡ് അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിട്ട് വരും, യെസ് ഒന്നാമത്തത് ഈ ഒരു റോക്കറ്റിന്റെ ലോഞ്ചിങ് സ്പീഡ്.
Okay, and definitely നമ്മുടെ എർത്തിന്റെ ലീനിയർ വെലോസിറ്റിയും വരും. സോ അതിന്റെ സം ആണ് എന്തെന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റോക്കറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ദ വെലോസിറ്റി ഓഫ് ദ റോക്കറ്റ് ഇൻക്രീസസ് വിച്ച് ഹെൽപ്പ് us to rise without much consumption of the fuel. Okay, ഒരുപാട് നമുക്ക് ഫ്യൂവൽ സ്പെൻഡ് ചെയ്യാതെ തന്നെ കുറച്ചും കൂടെ എന്താ പറയുക വെലോസിറ്റി ഇൻക്രീസ് ആയിട്ട് നമുക്ക് ഈ ഒരു റോക്കറ്റിനെ പറഞ്ഞു വിടാനായിട്ട് പറ്റും. ഓൾസോ ദ ലീനിയർ വെലോസിറ്റി ഓഫ് എർത്ത് ഇസ് മാക്സിമം ഇൻ ദി ഇക്വറ്റോറിയൽ പ്ലെയിൻ. ഓക്കെ അല്ലേ? സോ 2 പോയിന്റ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ് എർത്ത് റിവോൾവ് ചെയ്യുന്നത്. സോ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റോക്കറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് അത്രയും മിനിമം ഫ്യൂവൽ എടുക്കേണ്ടി വരില്ല. രണ്ടാമത്തെ എന്താണ് ഇക്വറ്റോറിയൽ പ്ലെയിനിലാണ് ഈ ഒരു എർത്തിന്റെ സ്പീഡ്, ഓക്കെ എർത്തിന്റെ ലീനിയർ സ്പീഡ് മാക്സിമം വരുന്നത് ഇക്വറ്റോറിയൽ പ്ലെയിനിലാണ്. ക്ലിയർ? ഓൾ സെറ്റ്? യെസ്. അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വൈ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ എക്സ്പ്ലെയിൻ. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ നമ്മുടെ സെഷനിലൊക്കെ ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ 2 മാർക്കിന്റെ വെയിറ്റേജ് വരുന്നതാണ്. സോ അതിനനുസരിച്ച് തന്നെ നമ്മൾ എഴുതണം. ഡെഫിനറ്റ്ലി നമുക്കറിയാം എന്താ പറയുക മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ല ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മിക്സ്ചർ ഓഫ് നമ്പർ ഓഫ് ഗ്യാസസ്. ഓക്കെ, ദ മോളിക്യൂൾസ് ഓഫ് ദീസ് ഗ്യാസസ് ആർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കണ്ടിന്യൂസ് റാൻഡം മോഷൻ. ഓക്കെ, അതുപോലെ റാൻഡം മോഷൻ ആണ് വിത്ത് ഡിഫറെന്റ് വെലോസിറ്റി ആണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. ആസ് ദ വാല്യൂ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ ഇസ് വെരി സ്മോൾ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ മൂണിലാണെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിന്റെ വാല്യൂ വളരെ ചെറുതാണ്. ഇറ്റ് വാസ് അറൌണ്ട് 2.5 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. The molecule of the gases with the velocity greater than the escape velocity. Okay, ഏതിനൊക്കെയാണോ ഈ എസ്കേപ്പ് വെലോസിറ്റിനെക്കാട്ടിലും കൂടുതൽ വെലോസിറ്റി ഉള്ള ഗ്യാസ്, നമുക്കറിയാം അവിടെ ഒരുപാട് ഗ്യാസസ് മോളിക്യൂൾസ് ഉണ്ട്. സോ ഏത് ഗ്യാസ് അല്ലെങ്കിൽ ഏത് മോളിക്യൂളിനാണോ ഈ എസ്കേപ്പ് വെലോസിറ്റിനെക്കാട്ടിലും കൂടുതലുള്ളത് അവരെന്ത് ചെയ്യും? അവർ പോകും. ഓക്കെ, അവർ പുറത്തു പോകും. ആസ് ടൈം പാസ് നിയർലി ഓൾ ദ മോളിക്യൂൾസ് എസ്കേപ്ഡ് ഫ്രം ദി മൂൺസ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, സോ കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും എന്തായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ മോളിക്യൂൾസും അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസും എന്ത് ചെയ്യും? ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും. സിമ്പിൾ ഒരു കോൺസെപ്റ്റാണ്. എന്താ പറയുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഗ്യാസ് മോളിക്യൂൾസ് ആറ്റംസ് എല്ലാം ഉണ്ട്. സോ ഈ ഗ്യാസസ് അല്ലെങ്കിൽ ഈ മോളിക്യൂൾസ് വൺസ് എന്താ ഉണ്ടാവുക? യെസ്, ഇതിനെ എസ്കേപ്പ് ചെയ്യണം അല്ലെ? എസ്കേപ്പ് ചെയ്യണം. എല്ലാവരും അത് തന്നെയാണ് ട്രൈ ചെയ്യുക. അപ്പം എസ്കേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ മൂണിന്റെ നോക്കുവാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി വളരെ ചെറുതാണ്. സോ ഇതിനെക്കാട്ടിലും കൂടുതൽ വെലോസിറ്റിയിൽ ഒരു മോളിക്യൂളിന് അല്ലെങ്കിൽ ഒരു ഗ്യാസിന് അവിടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താവും? യെസ്, അതിന് ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവൻച്വലി എന്താവും? എല്ലാ ഗ്യാസ് മോളിക്യൂൾസും പോകുന്നു ആൻഡ് ഫൈനലി അവിടെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആവുന്നില്ല. നെക്സ്റ്റ്, അറ്റ് ദി സെന്റർ ഓഫ് ദി എർത്ത് ബോഡി ഈസ് വെയ്റ്റ്ലെസ്. ഓക്കെ, ഭൂമിയുടെ സെന്ററിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്താണ്? അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? 0 ആണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അവിടെ ഒരു വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. G is equal to 0 ആണ്. ഓക്കെ, അറ്റ് ദി സെന്റർ ജിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ weight is equal to mg ആണ്. So weight will be 0. The body is therefore weightless at the center of the earth. It is because of G. A body of mass m is lifted to a height h above the earth surface. Okay, earth surface ൽ നിന്നും h height അകലെ ഒരു ബോഡിനെ നമ്മൾ പൊക്കി വെച്ചിരിക്കുകയാണ്. The energy possessed by the body is. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാകുന്ന എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ നമുക്ക് സംശയമില്ലാതെ പറയാം mgh അല്ലെ? mgh ആണ് അവിടുത്തെ. കാരണം എന്താണ്? യെസ്, ഈ സർഫസിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെ ഈ h ഹൈറ്റ് വരെ കൊണ്ടുവരാനായിട്ട് ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ എന്താണോ ആ വർക്ക് ഡൺ ആണ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആകുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? അതായത് എർത്തിന്റെ സർഫസിൽ നിന്നും h ഹൈറ്റ് അല്ലെങ്കിൽ h1 ഹൈറ്റ് അല്ലെങ്കിൽ h2 ഹൈറ്റ് ഈ ഒരു ഹൈറ്റിലോട്ട് എത്തിക്കാനായിട്ട് ആവശ്യമായിട്ട് എത്രത്തോളം വർക്ക് നമ്മൾ അവിടെ എടുക്കുന്നുണ്ട്, എത്രത്തോളം വർക്ക് ഡൺ ഉണ്ട്, ആ അത്രയും വർക്ക് ഡൺ ആണ് എന്തെന്ന് പറയുന്നത്? യെസ്, അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. സോ നമ്മളൊരു എം മാസമുള്ള ഒരു ഒബ്ജക്റ്റിനെ h ഹൈറ്റ് നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന എന്താ പറയുക, അവിടെ വരുന്ന വർക്ക് ഡൺ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി mgh ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. ഹിയർ m is the mass of the body, g is the acceleration due to gravity and h is the height. Okay, height of the object. അടുത്തത്, prove that if the gravitational attraction of the sun on the planet varies as nth power of the distance of the planet from the sun, then a year of planet will be proportional to r raised to n plus 1 by 2. Okay, simple ആണ്. നമുക്കറിയാം ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ അല്ലേ? സോ ഞാൻ കൊടുത്തു gmm by r raised to n എന്ന് കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേടാ, ഞാൻ v² മാത്രം ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ gmm ഡിവൈഡഡ് ബൈ, ഓക്കെ, gmm ഡിവൈഡഡ് ബൈ, പിന്നെ ഇവിടെ താഴെ ഒരു m വരും ആൻഡ് ഓൾസോ മേളിലോട്ട് ഒരു r പോവും ആൻഡ് ഇവിടെ ഓൾറെഡി ഒരു r raised to n ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ m ഈ m ക്യാൻസൽ ആയിപ്പോ എനിക്ക് കിട്ടി ക്യാപിറ്റൽ ലെറ്റർ gm ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഇൻറ്റു മാസ് ഓഫ് ദി എർത്ത് ഇൻറ്റു r ബൈ r raised to n ആണ്. അപ്പൊ താഴെ എന്ത് വരും? r raised to n minus 1 വരും. ഓക്കെ അല്ല? അതാണ് ഇവിടെ വരെ v² കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് അടുത്തത് ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ടൈം പീരീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാലോടാ, വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഞാൻ ഇതിനെ ടൈം പീരീഡ് ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി വെലോസിറ്റിനെ ഞാൻ v എന്ന് തന്നെ എടുത്തേക്കുവാണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ നോക്കിക്കേ, ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുക എത്രയാണ്? 2πr അല്ലേ? സോ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഞാൻ t² കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, t എന്ന് പറയുമ്പോൾ എന്താ വരിക? t എന്ന് പറയുമ്പോൾ
that will be 2 pi r divided by v വരും. So t square എന്തായിരിക്കും 4 pi square r square divided by v square എന്ന് വരും. ഓക്കെ അല്ലേ? സോ എനിക്ക് കിട്ടി t square ടൈം പീരീഡ് എന്താണെന്നുള്ളത് എനിക്ക് കിട്ടി. ഓക്കെ അല്ലേടാ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ t square which is equal to 4 pi square r square divided by v square. ഓക്കെ, ഇനി വി സ്ക്വയറിന് ഓൾറെഡി എനിക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ 4 pi square r square divided by, okay, divided by gm വരും and also into r raised to n minus 1 വരും. ഓക്കെ, അവിടെ വരെയുള്ള സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ കണ്ടത് കേട്ടോ. ഓക്കെ, അവിടെ വരെയുള്ള സ്റ്റെപ്പാണ്. ഇനി ഇവിടെ r സ്ക്വയർ ഉണ്ട്, ഇവിടെ r raised to n minus 1 ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ വരും? r raised to n minus 1 plus 2 വരും. സോ this will be r raised to n plus 1 വരും. സോ യെസ്, ഇവിടെ വരെ നമ്മൾ എത്തി. ഇവിടെ വരെ കൺഫ്യൂഷൻ ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന് റൂട്ട് ഇട്ടാ പോരെ. സോ റൂട്ട് ഇടുമ്പോൾ ഒന്ന് നോക്കിക്കേടാ. റൂട്ട് ഓഫ് 4 pi square gm r raised to n plus 1. സോ 4ന്റെ നമ്മൾ എടുക്കുമ്പോൾ 2 വരും, പൈ സ്ക്വയർ പൈ ആവും, ഡിവൈഡഡ് ബൈ റൂട്ട് ജി എം. ഇനി നോക്കിക്കേ, r raised to n plus 1, റൂട്ട് ഓഫ് r raised to n plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? r raised to n plus 1 ഡിവൈഡഡ് ബൈ 2 ആണ് വരിക. സോ നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി? 2 pi റൂട്ട് ഓഫ് ജി എം ഇൻറ്റു r raised to n plus 1 ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ കിട്ടി. സോ ദാറ്റ് മീൻസ് ദിസ് t is proportional to ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? which is proportional to r raised to n plus 1 divided by 2 എന്ന് പറയാം. ക്ലിയർ അല്ലടാ? സോ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫ് ആണ് ചോദിച്ചത്. ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഓഫ് സൺ ഓൺ ദി പ്ലാനറ്റ് വാരീസ് nth പവർ ഓഫ് ദി ഡിസ്റ്റൻസ്. ഓക്കെ, nth പവർ ഓഫ് ദി ഡിസ്റ്റൻസ് എന്നാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ r raised to n ഇട്ടത്. ആൻഡ് ദെൻ നമ്മൾ പറഞ്ഞു ടൈം പീരീഡ് കണ്ടുപിടിച്ചു. ആൻഡ് ദാറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു r raised to n plus 1 ഡിവൈഡഡ് ബൈ 2. ആ ഒരു റിലേഷനിലോട്ട് എത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ നമുക്ക് ആരായിട്ട് ഇക്വേറ്റ് ചെയ്യാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? യെസ്, പവർ ഓഫ് ദി ഡിസ്റ്റൻസ് ആണെന്ന് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ അത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് അതിൽ നമ്മൾ വി സ്ക്വയർ കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിച്ചു, അതിന് സ്ക്വയർ കണ്ടുപിടിച്ചു. അവിടെ നമുക്ക് വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ആൻഡ് ഫൈനലി നമുക്ക് റിസൾട്ട് കിട്ടി. അതൊന്ന് റീഅറേഞ്ച് ചെയ്തപ്പം എക്സാക്ട്ലി നമുക്ക് റിലേഷൻ കിട്ടി. ടി ഈസ് പ്രൊപ്പോർഷണൽ ടു r raised to n plus 1 divided by 2. അടുത്തത്, show that Kepler's second law is the law of conservation of angular momentum. എടാ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഓർബിറ്റ് എന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? ഇവിടെ നമ്മുടെ സൺ ഇരിക്കുന്നു. ഇതൊരു ഇപ്പം ഈ ഒരു ടൈം കൊണ്ട്, ഓക്കെ, ഈ ഒരു T1 എന്ന് പറയുന്ന സമയത്ത് ഇത് ഇവിടെ ഇരിക്കുമായിരുന്നു. ആൻഡ് നോക്കിക്കേ, ഡെൽറ്റ ടി ടൈം കഴിഞ്ഞപ്പം ഈ എയിൽ ഇരുന്നായിരുന്നത് എവിടേക്ക് എത്തി? ബിയിലോട്ട് എത്തി എന്ന് വിചാരിക്കും. ഓക്കെ, ഡെൽറ്റ ടി കഴിഞ്ഞപ്പം എത്രയായി? ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ആൻഡ് ഇതൊരു ചെറിയൊരു സ്മോൾ ആർക്കല്ലേ? അപ്പൊ ഞാൻ അതിനൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാം എ ടു ബി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡെൽറ്റ എസ് ആണെന്ന്. ഓക്കെ, എ ടു ബി ട്രാവൽ ചെയ്യുന്നത് ഇൻ ഡെൽറ്റ ടി ടൈം കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഞാൻ പറയുവാണ് ഡെൽറ്റ എസ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ആണെന്ന് പറയുന്നത് എന്റെ ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ല, എന്റെ ഏരിയൽ വെലോസിറ്റി. സോ ദാറ്റ് ഡെൽറ്റ എസ് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി ഇൻറ്റു ഡെൽറ്റ ടി. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? യെസ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഒരു കാര്യം കൂടെ ചെയ്യാൻ പോവാണ്. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഓക്കെ, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഈ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഞാൻ സ്പെസിഫൈ ചെയ്യാൻ കാരണം എന്താണ്? ഇത് ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അസ്യൂം ചെയ്തു. അതായത് എ ബി എന്ന് പറയുന്ന ഒരു ആർക്കാണ്, അതിനെ ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഞാൻ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ അല്ലേ? അപ്പം ഈ ഡെൽറ്റ ടി ടൈം കൊണ്ട് എത്രത്തോളം ഏരിയ കവർ ചെയ്തു എന്നുള്ളത് അറിയണമെങ്കിൽ ഞാൻ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ. സോ ആ ഏരിയ വന്നിട്ട് എന്തായിരിക്കും? ഹാഫ് ബി എച്ച്. ഓക്കെ, ഹാഫ് ബി എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി എന്താണ് ഹാഫ് ബി എച്ച് എന്നുള്ളത് നമുക്ക് നോക്കാം. 1/2 അങ്ങനെ തന്നെ ഇട്ടു. ഇനി ബി നോക്കിക്കേടാ. ബി ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ബി ആർ അല്ലെ? ദിസ് വിൽ ബി ആർ. ഓക്കെ, അതായത് ആ ഒരു ഡിസ്റ്റൻസ് ആ പോയിന്റിൽ നിന്നും നമ്മുടെ ഈ എന്താ പറയാ, ആദ്യം നമ്മുടെ എർത്ത് ഇരുന്ന അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത്. സോ ബി ഞാൻ ആർ ആയിട്ട് എടുത്തു. ഇനി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അല്ലെ? എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ഈ എച്ചിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് ഡെൽറ്റ എസ് അല്ലേ? ഡെൽറ്റ എസിനെ ഞാൻ ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് വി ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സോ ഡെൽറ്റ ടി ക്യാൻസൽ ആയപ്പോൾ എനിക്ക് കിട്ടി ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു വി എന്ന് എനിക്ക് കിട്ടി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേടാ, ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു വി എം ബൈ എം. ഓക്കെ, റിസൾട്ടിൽ മാറ്റം വരുമോ? ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതുവാണേ ഈ എം വി എന്താ? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് മൊമെന്റം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും ആർ ക്രോസ് പി അല്ലേടാ? എം വി എന്ന് പറയുന്നത് എന്താണ്? യെസ്, മാസ് ഇൻറ്റു വെലോസിറ്റി എന്താ? മൊമെന്റം ആണ്. സോ മൊമെന്റം ഞാൻ സ്പെസിഫൈ ചെയ്തു, ആർ ഞാൻ ഇട്ടു. ആൻഡ് അതിനെ ഞാൻ വെക്റ്റർ ഫോമിലോട്ട് മാറ്റി. ആൻഡ് ഓൾസോ ഇവിടെ ആരും കൂടെ ഉണ്ട്, ഒരു എമ്മും കൂടെ ഉണ്ട്. ആ എമ്മിനെ കൂടെ ഞാൻ സ്പെസിഫൈ ചെയ്തു. ആൻഡ് ആർ ക്രോസ് പിന്റെ വാല്യൂ എന്താണ്? ആർ ക്രോസ് പിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ്? നമ്മുടെ സ്വന്തം ആംഗുലാർ മൊമെന്റം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് എ ഇൻറ്റു ഡെൽറ്റ ടി, ഏരിയ ഇൻറ്റു ഡെൽറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് 1/2 m ഇൻറ്റു എൽ എന്ന് എനിക്ക് കിട്ടും. ഓക്കെ, ആംഗുലാർ മൊമെന്റം എന്ന് കിട്ടും. ഓക്കെ അല്ലേ? യെസ്.
അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താ സംഭവിക്കുക, ഇതിന്റെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്കറിയാം ഇതൊരു നിശ്ചിത സ്പീഡിലാണ് പോകുന്നത്. ദാറ്റ് മീൻസ് അവിടെ ആംഗുലാർ ആക്സിലറേഷൻ ഇല്ല. അങ്ങനെ ആംഗുലാർ ആക്സിലറേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ടോർക്കിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, അങ്ങനെ ടോർക്കിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഹെൻസ് പ്രൂവ്ഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ എന്താ ചെയ്തത്? ഡെൽറ്റ ടി ടൈം കൊണ്ട് ട്രാവൽ ചെയ്ത അത്രയും ഏരിയ എന്താണെന്ന് നോക്കി അതിനെ നമ്മൾ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ നമ്മൾ ഡെൽറ്റ ടി നമ്മൾ ക്യാൻസൽ ചെയ്യുവാണ്. ഡെൽറ്റ ടി എങ്ങനെ വന്നത് ഇവിടെ? യെസ്, ആ ബേസിനെ നമ്മൾ ആറെന്നെടുത്തു, അതുപോലെ എച്ചിന് നമ്മൾ എന്തെടുത്തു? യെസ്, എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. അതിന് നമ്മൾ വി ഡെൽറ്റ ടി കൊടുത്തിരുന്നു. സോ വി ഡെൽറ്റ ടി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഡെൽറ്റ ടി ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് കിട്ടി ആർ ഇൻറ്റു വി എന്ന് കിട്ടി. ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു വി. ചുമ്മാ നമ്മൾ എം ബൈ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അപ്പം റിസൾട്ടിൽ മാറ്റം വരത്തില്ല അല്ലെ? എം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഡിവൈഡും ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു? എം വി എന്ന് പറയുന്നത് നമുക്കറിയാം മൊമെന്റം ആണ്. അപ്പൊ ഞാൻ വെക്ടർ ഫോമിലോട്ട് പെട്ടെന്ന് ഞാൻ കൺവേർട്ട് ചെയ്തു. സോ പി ഇട്ടു, അതുപോലെ തന്നെ ആർ എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടർ അല്ലെ? സോ ഡെഫിനറ്റ്ലി അതും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ആൻഡ് ആർ ക്രോസ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് റിലേഷൻ അറിയാം. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എൽ ആണ്, ആംഗുലാർ മൊമെന്റം ആണ്. സോ ആംഗുലാർ മൊമെന്റം ഡിവൈഡ് ബൈ 2m എന്ന് കിട്ടും. ഇനി നമുക്കറിയാം നമ്മുടെ ഈ ഏത് പ്ലാനറ്റ് റിവോൾവ് ചെയ്യുമ്പോഴാണെങ്കിലും അതൊരു നിശ്ചിത സ്പീഡിലാണ് പോകുന്നത്. അതിന്റെ ആക്സലറേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അസ്യൂം ചെയ്യാം എന്താണ്? ടോർക്കിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ടോർക്കിന്റെ വാല്യൂ 0 ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? യെസ്, ആംഗുലാർ മൊമെന്റം വിൽ ബി എ കോൺസ്റ്റന്റ് വാല്യൂ. ഷുവർ? റൈറ്റ്. ഓക്കെ, അപ്പം നമുക്ക് പറയാം ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 0. which is equal to a constant value, and that is actually എന്താണ്? 1/2 into L ആണ്. and 1/2m. okay, 1/2m into L ആണ്. so 1/2m എന്ന് പറയുന്നത് എന്താണ്? ഒരു ബോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. L പിന്നെ ഉള്ളത് നമുക്ക് പറയാൻ പറ്റും L ആണ്. so that is a constant value. clear? yes. സോ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ക്ലിയർ അല്ലടാ? യെസ്, ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ 2020 നമ്മുടെ എക്സ്പ്ലനേഷൻ തീർന്നിരിക്കുകയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് MV സാറ്റിന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഫ്രീ രജിസ്ട്രേഷൻ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇതിന്റെ ബിഗിനിങ് പറഞ്ഞിട്ടുണ്ട്. ആ ബിഗിനിങ് പോർഷൻ മാറ്റി കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് പിന്നെയും കാണാം. സോ യെസ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത ദിവസം വീണ്ടും അടുത്തൊരു 2020 ആയിട്ട് കാണാം. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.